എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസുകളുണ്ട്. അതിന്റെ ലെറ്റസസ് അല്ലെങ്കിൽ വിലയിരുത്താമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്ത് നോക്കോട്ടെ. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ ഇതിപ്പോൾ മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റിൻ്റെ ആൻസേഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും പ്രകാശീയ അക്ഷത്തിൽ 60 സെന്റിമീറ്റർ അകലെ 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നു. പ്രതിബിംബത്തിന്റെ ഉയരം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കേട്ടോ. അപ്പൊ എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. ഓർക്കുക, കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് കിട്ടുന്നത് വലത് സൈഡ് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നു വലത് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, +20 വരും. +20 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ്, അതിന്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നും പ്രകാശീയ അക്ഷത്തിൽ 60 സെന്റിമീറ്റർ അകലെ 3 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചിരിക്കുന്നു. അപ്പം വസ്തുവിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണേലും കോൺകേവ് ലെൻസ് ആണേലും വസ്തുവിനെ നമ്മൾ വെക്കുന്ന ഇടത് ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പം -60 സെന്റിമീറ്റർ. ഇനി വസ്തുവിന് ഉയരം തന്നിട്ടുണ്ട്, HO ആണ്. അത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പ്രകാശീയ അക്ഷം ഉണ്ടല്ലോ, ആ പ്രകാശീയ അക്ഷത്തിന് മുകൾ ഭാഗത്തായിട്ടല്ല എടുക്കുന്നത്, വസ്തുവിനെ വെക്കുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, പ്രതിബിംബത്തിന് ഉയരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് HI ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത്. പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പം പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ആവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. M = HI/HO ആണ് പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആവർത്തനവുമായിട്ട്. അപ്പൊ നമ്മൾ ആവർത്തനം കണ്ടുപിടിക്കണം. ആവർത്തനം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ അറിയാം, V/U എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷനും അറിയാം. മനസ്സിലായല്ലോ. അപ്പൊ ആവർത്തനം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, V വേണം അല്ലേ. V നമ്മൾ, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ലെൻസ് ഇക്വേഷൻ ആണ് 1/F = 1/V - 1/U ആണ്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, F = UV / U - V എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് 1/V, പ്രതിബിംബത്തിലേക്കുള്ള ദൂരമല്ല കണ്ടുപിടിക്കുന്നത്, 1/V അല്ലെങ്കിൽ V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, V = UF / U + F. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വേണം കേട്ടോ. എഫിന്റെയും വിയുടെയും യുവിന്റെ ഒക്കെ ടേംസിലുള്ള ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. U എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, -60 ആണ്. ഇതാ ഇവിടെ കൊടുത്തു, -60 ആണ്. F എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, +20 ആണ്. ഇവിടെ കൊടുത്തു, / U + F എന്ന് വരും. അതായത് -60 പ്ലസ് എന്ത് വരും, +20 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇത് ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ജനറൽ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ എഫിന്റെ ഇക്വേഷൻ ഇവിടെ ആവശ്യമില്ല. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ V എഴുതുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യാം. മൈനസ് കൊണ്ട് ക്യാൻസൽ ആയിട്ട് പോകും. ഇതെണ്ണം ഗുണിക്കുമ്പോൾ 1200 ഒക്കെ വരും. അപ്പം ക്യാൻസൽ ആയിട്ട് പോയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് +30 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്രയാണ്, 30 സെന്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാമല്ലോ. M = V/U വെച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. V നമുക്ക് ഇവിടെ കിട്ടി, +30 എന്ന് കിട്ടി. /U എന്ന് പറഞ്ഞിരിക്കുന്നത് -60 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ എത്ര വരും ആൻസർ, അത് രണ്ടും കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ മൈനസ് എത്ര വരും, 1/2 എന്ന് വരും. -1/2 എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ അങ്ങനെ തന്നെ എഴുതി വെച്ചാലും മതി കേട്ടോ. -1/2 നമുക്ക് വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനത്തിന്റെ വാല്യൂ എത്രയാണ്, -1/2 ആണ്. ഇനി ആവർത്തനത്തിന് വേറെ ഇക്വേഷനും കൂടെ ഉണ്ട്, വസ്തുവിന്റെ എന്താണ് പ്രതിബിംബത്തിന്റെ ഉയരവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം M = HI/HO നമുക്ക് എഴുതാം. നമുക്ക് എന്താണ്, HI അല്ലേ കണ്ടുപിടിക്കണ്ടേ, പ്രതിബിംബത്തിന്റെ ഉയരമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. HI = M × HO എന്ന് എഴുതാം. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ്, ആവർത്തനം കേട്ടോ. ആവർത്തനത്തിന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി, -1/2 എന്ന് കിട്ടി. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, അതല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരം എത്രയാണ്, 3 സെന്റിമീറ്റർ എന്ന് കിട്ടി.
മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് വരുന്നത്? 3/2 എന്ന് വരും, -3/2 എന്ന് വരും. അപ്പൊ -3/2 നമുക്ക് അവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് -1.5 എന്ന് വരും കേട്ടോ. -1.5 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. 3/2 ചെയ്ത് വെച്ചാൽ മതി. 3/2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.5 അല്ല ആൻസർ കിട്ടുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വാല്യൂ ഉണ്ട്, -1.5. അപ്പൊ ഇതാ നോക്കിയേ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? പ്രതിബിംബത്തിന്റെ ഉയരം കിട്ടിയല്ലോ. അതിന്റെ വാല്യൂ എത്രയാണ്? -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ലഭ്യമാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ പ്രതിബിംബത്തിന്റെ ദൂരം നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? പ്രതിബിംബത്തിന്റെ ദൂരവും നമുക്ക് കിട്ടി, പ്രതിബിംബത്തിന്റെ ഉയരവും കിട്ടി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സവിശേഷതകൾ എങ്ങനെയായിരിക്കും നോക്കിയേ. വസ്തുവിന്റെ ഉയരം എന്ന് വെച്ചാൽ 3 സെന്റിമീറ്റർ ആണ്. പ്രതിബിംബത്തിന്റെ ഉയരം എത്രയാണ്? 1.5 ആണ്. മൈനസ് വരാൻ കാരണം എന്താണ്? ഈ നമ്മുടെ ഉണ്ടല്ലോ, ഈ താഴെയാണല്ലോ ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. അപ്പൊ എന്ത് പറയാം? പ്രതിബിംബത്തിന്റെ ഉയരം എങ്ങനെയാണ്? കുറവാണ്. അതായത് വസ്തുവിനേക്കാളും ചെറിയ പ്രതിബിംബമായിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? പിന്നെ മൈനസ് വാല്യൂ വന്നുകൊണ്ട് നമുക്കറിയാം ഇൻവേർട്ടഡ് ആണ്, അതായത് തലകീഴായതാണ് അല്ലെ? തലകീഴായതാണ്. പിന്നെ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ, കോൺവെക്സ് ലെൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ കിട്ടിയത് യഥാർത്ഥവുമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വസ്തുവിനേക്കാൾ ചെറുതായതാണ്. നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതുന്നത്. വസ്തുവിനേക്കാൾ ചെറുതാണ്, തലകീഴായതാണ്, യഥാർത്ഥവുമായിരിക്കും. പ്രതിബിംബത്തിന്റെ സ്ഥാനം F-നും 2F-നും ഇടയിലുമായിരിക്കും കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഫോക്കസ് ദൂരം ഉണ്ട് അല്ലേ? ഫോക്കസ് ദൂരം 20 ആണ് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? അപ്പം 2F എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 ആയിരിക്കും അല്ലേ വരുന്നത്? 2F എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും. ഇതാ ഇവിടെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നോക്കിയാൽ 30 അല്ല കിട്ടിയത്. അപ്പം 20ക്കും 40ക്കും ഇടയിൽ, അതായത് F-നും 2F-നും ഇടയിലായിരിക്കും പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ നോക്കോട്ടെ, എങ്കിലും ഉള്ളു കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ലെൻസ് ആണ്, അതിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ ഒരു വസ്തു ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണമെന്ന് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20 സെന്റിമീറ്റർ ആകുമ്പം അത് ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും? അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കണം ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ അല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ ആ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, സ്ക്രീനിൽ നമുക്ക് പ്രതിബിംബം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് വെക്കുമ്പോഴാണ് സ്ക്രീനിൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണം, അതായത് എന്തിലേക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വസ്തുവിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്, എത്രയാണ്? 30 സെന്റിമീറ്റർ, അതായത് -30 ആണ്. അടുത്ത സൈഡിലല്ലേ വസ്തു വെക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് V വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. വിയുടെ ഇക്വേഷൻ കണ്ടല്ലോ, ദാ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. V = UF / U+F അപ്ലൈ ചെയ്യാം. അപ്പൊ യുവിന്റെ വാല്യൂ എന്ന് വെച്ചാൽ -30 ആണ്. എഫിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 20 ആണ്. /U+F എന്ന് പറയുമ്പോൾ -30 + 20 വരും. മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ -600 എന്ന് വരും. ഇവിടെ മൈനസും പ്ലസും ആണ്. അപ്പം കുറച്ചിട്ട് വലിയ ചിഹ്നത്തിന്റെ സൈൻ ഇടണല്ലോ. അപ്പം 10 വന്നു. ഈ പ്ലസും ക്യാൻസൽ ആയിട്ട് പോയി, 0 ക്യാൻസൽ ആയിട്ട് പോയി. ആൻസർ എത്ര വരും? 60 സെന്റിമീറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 60 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 60 സെന്റിമീറ്റർ മാറ്റി വേണം നമുക്ക് സ്ക്രീൻ വെക്കാൻ. ഓക്കെ ആണല്ലോ? ഇനി വസ്തുവിന്റെ ഉയരം 1.2 സെന്റിമീറ്റർ ആണെങ്കിൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന പ്രതിബിംബത്തിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വസ്തുവിന്റെ ഉയരം തന്നിട്ടുണ്ട്, അതായത് HO ഇവിടെ തന്നിട്ടുണ്ട്, 1.2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് M = V/U ആദ്യമേ ചെയ്യണം. വിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി 60 ആണ്. യുവിന്റെ വാല്യൂ -30 ആണ്. അപ്പൊ എത്ര വരും വാല്യൂ? -2 എന്ന് വരും. ക്യാൻസൽ ആയി പോലെ -2 എന്ന് വരും വാല്യൂ. മാഗ്നിഫിക്കേഷൻ ഓൾസോ അല്ലെങ്കിൽ ആവർത്തനം കേട്ടോ. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആവർത്തനം എന്നാണ് കേട്ടോ.
ആവർത്തനം എം ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO എന്നാണ്. നമുക്ക് HI ആണ് പ്രതിബിംബത്തിന്റെ ഉയരമാണ് കണ്ടുപിടിക്കണേ. M ഇൻറ്റു HO വേണ്ടിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു M എത്ര വന്നു? -2 ആണ്. വസ്തുവിന്റെ ഉയരം എത്രയാണ്? 1.2 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ആൻസർ എത്ര വന്നു? -2.4 സെന്റിമീറ്റർ എന്ന് വന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. -2.4 സെന്റിമീറ്റർ. ഇക്വേഷൻസ് ഒക്കെ ഇതാണ് കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ എഴുതിയിരിക്കണം. അതിനൊക്കെ പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 100 മില്ലിമീറ്റർ ആണ്. അതിന്റെ പ്രകാശിക അക്ഷത്തിൽ 15 മില്ലിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 60 മില്ലിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ദൂരം ഇല്ലേ, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ എടുത്ത് എഴുതണം കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ്. ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 100 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പോസിറ്റീവ് വാല്യൂ ആണ്. പ്രകാശിക അക്ഷത്തിൽ 15 മില്ലിമീറ്റർ ഉയരമുള്ള വസ്തുവിന്റെ ഉയരം തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി വസ്തു പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് 60 മില്ലിമീറ്റർ അകലെയാണ്. വസ്തുവിലേക്കുള്ള ദൂരവും തന്നിട്ടുണ്ട്. എത്രയാണ്? -60 ഇല്ലേ, തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇതിന്റെ രേഖാചിത്രം ഗ്രാഫ് പേപ്പറിൽ വരച്ച് പ്രതിബിംബത്തിന്റെ സ്ഥാനവും ഉയരവും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ വരച്ച് നോക്കട്ടെ. വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ അപ്പം 100 മില്ലിമീറ്റർ എന്നൊക്കെ ഉണ്ടല്ലോ, ഫോക്കസ് ദൂരം 100 മില്ലിമീറ്റർ ആണ്. അപ്പം ഒരു സെക്ഷൻ ഉണ്ട്, ഒരു സെക്ഷൻ അതനുസരിച്ചിട്ട് വാല്യൂ നിങ്ങൾ എടുക്കുക, സ്കെയിൽ അതനുസരിച്ചിട്ട് എടുത്തിട്ട് വരച്ച് നോക്കുക. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഗ്രാഫ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ രേഖാചിത്രം ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് പ്രതിബിംബത്തിന്റെ സ്ഥാനവും ഉയരവും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്രാഫ് പേപ്പറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്കെയിലൊക്കെ എടുത്തിട്ട് നമുക്കറിയാം 100 മില്ലിമീറ്റർ ആണ് ഫോക്കസ് ദൂരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 50 മില്ലിമീറ്ററോ ഒക്കെ വെച്ച് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് പേപ്പറിൽ വരച്ച് നോക്കട്ടോ. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ സ്ഥാനവും ഉയരവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരം, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിബിംബത്തിന്റെ ഉയരവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേഷൻ വഴി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഏതാണ്? V അല്ലെ, V ഈസ് ഈക്വൽ ടു ഏതാണ്? FU ഡിവൈഡ് ബൈ U+F അല്ലെങ്കിൽ UF ഡിവൈഡ് ബൈ U+F വെച്ച് നമുക്ക് ചെയ്യാം. U എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -60 ആണ്. F എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആണ്. ഡിവൈഡ് ബൈ -60 പ്ലസ് 100 എന്ന് വരും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും വാല്യൂ? മൈനസ് ഇവിടെ എത്രയാണ്? 6000 വരും അല്ലേ. ഇവിടെ വരുമ്പോൾ ഇവിടെ എത്രയാണ്? +40 എന്ന് വരും. അതാ ഇവിടെ പോയി ഈ ഓരോ 0 പോയി. ദെൻ ആൻസർ ഇവിടെ എത്രയാണ് വരുന്നത്? -150 എന്ന് വരും കേട്ടോ. -150 മില്ലിമീറ്റർ എന്താണ്? വിന്റെ വാല്യൂ വരും. അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. മനസ്സിലായല്ലോ? അപ്പൊ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അതായത് പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 150 ഇല്ലേ, 150 മില്ലിമീറ്റർ അകലെയാണ്. അത് എവിടെയാണ്? നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. ഓർത്തണം കേട്ടോ, നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രതിബിംബം എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡിലല്ലേ പ്രതിബിംബം കിട്ടിയത്. അപ്പം പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചോളം പോസിറ്റീവ് വാല്യൂ ആണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വരുന്നതെങ്കിൽ അത് റൈറ്റ് സൈഡിലായിരിക്കും. നെഗറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരിക്കും? അതേ സൈഡിൽ, ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സൈഡിൽ തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് പ്രതിബിംബം ഉണ്ടാകുന്നത്. ഇനി ആ പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടെത്തണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതാണ് M ഈസ് ഈക്വൽ ടു അല്ലെ, ഏതാണ്? V/U എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യണം. ഇപ്പൊ V എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര കിട്ടി? -150 ആണ് വന്നത്. U എന്ന് പറഞ്ഞാൽ -60 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. ഈ 0 പോകും. പിന്നെ 15 ഡിവൈഡ് ബൈ 6 എന്ന് വരും. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5 എന്ന് വരും കേട്ടോ. 2.5 അതായത് ആവർത്തനം കിട്ടി. മനസ്സിലായല്ലോ? ഇനി ആദ്യം നമുക്ക് M ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് HI കണ്ടുപിടിക്കാം. HI ഈസ് ഈക്വൽ ടു എത്രയാണ്? M ഇൻറ്റു HO എന്ന് വരും. M എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5 ആണ്. ദെൻ എത്രയാണ്? 15 ആണ് അല്ലേ. അപ്പൊ എത്രയാണ് ആൻസർ ഇവിടെ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 37.5 എന്നും വരും കേട്ടോ. 37.5 മില്ലിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആൻസർ.
47.5 മില്ലിമീറ്റർ. പ്രതിബിംബത്തിന്റെ ഉയരം 47.5 മില്ലിമീറ്റർ ആണ്. പ്രതിബിംബത്തിന്റെ സ്ഥാനം 150 മില്ലിമീറ്റർ ആണ് കേട്ടോ. നെഗറ്റീവ് വാല്യൂ വരുന്നത്, നെഗറ്റീവ് വാല്യൂ ഇവിടെ എഴുതിയിട്ടില്ല. പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് വെച്ചാൽ 150 മില്ലിമീറ്റർ എവിടെയാണ്? ഓൺ ദ സെയിം സൈഡ്, അല്ലെങ്കിൽ വസ്തുവിന്റെ അതേ സൈഡിൽ, വസ്തുവിന്റെ അതേ വശത്ത് ആയിട്ട് 150 മില്ലിമീറ്റർ മാറിയായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. അപ്പം വസ്തുവിന്റെ അതേ സൈഡിലാകുമ്പോൾ അവിടെ വാല്യൂ മൈനസ് വാല്യൂ വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിന്റെ ഒരു ബി പാർട്ടും കൂടി ഉണ്ട്. എന്താണ്? വസ്തുവിലേക്കുള്ള അകലം 20 മില്ലിമീറ്റർ ആണെങ്കിൽ ആവർത്തനം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ബി പാർട്ട് നമുക്ക് നോക്കാം. വസ്തുവിലേക്കുള്ള അകലം 20 മില്ലിമീറ്റർ. ഇപ്പൊ വസ്തുവിലേക്കുള്ള അകലം നമ്മൾ മുമ്പേ കണ്ടത് 60 മില്ലിമീറ്റർ ആണെങ്കിൽ കണ്ടു. ഇനി വസ്തുവിലേക്കുള്ള അകലം എത്രയാണ്? 20 മില്ലിമീറ്റർ. അതായത് യു എന്ന് പറഞ്ഞിരിക്കുന്നത് -20 ആണെന്നുണ്ടെങ്കിൽ കേട്ടോ, ആവർത്തനം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ്? ഫോക്കസ് ദൂരം ഓൾറെഡി ഇവിടെ തന്നായിട്ടുണ്ട്. എഫ് = 100 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് വി കണ്ടുപിടിക്കണം. വി = UF/U+F ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് വെച്ചാൽ -20 ആണ്, എഫ് 100 ആണ്, ഡിവൈഡ് ബൈ യു എന്ന് പറഞ്ഞാൽ -20 + 100 വരും. ഇത് എത്രയാണ് വരുന്നത്? -2000 ഇതാ ഇവിടെ വരും. ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ് വരുന്നത്? 80 വരും. ഇതൊന്നും ക്യാൻസൽ ആയിപ്പോയി. -200 ഡിവൈഡ് ബൈ 8 വരും. ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 25. നെഗറ്റീവ് വാല്യൂ ഉണ്ട് കേട്ടോ. 25 മില്ലിമീറ്റർ എന്ന് വരും. അപ്പം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമുക്ക് ഇവിടെ കിട്ടി -25 മില്ലിമീറ്റർ ആണ്. ആവർത്തനം കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. ആവർത്തനം M = V/U വെച്ച് ചെയ്യാലോ. ബി എന്ന് വെച്ചാൽ -25 ആണ്. യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -20 ആണ്. മൈനസും മൈനസും പോവും. എത്ര വരും? 1.25 എന്ന് ആൻസർ വരും. ആവർത്തനത്തിന്റെ വാല്യൂ എത്രയാണ്? 1.25. ക്ലിയർ ആയല്ലോ? അപ്പം ഈക്വേഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും കേട്ടോ. വി, യു, എഫ്, അതിന്റെ ഇക്വേഷൻസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻസ് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ ആവർത്തനത്തിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഒരു കോൺകേവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കിയേ, ചെറുതും തല കീഴായതുമായിരിക്കും. കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഒറ്റ ഒരു പൊസിഷനിലോ ഉള്ളു നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. ഏതൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇമേജ് അല്ലെ, ഇമേജ് എങ്ങനെയാണോ അത് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഫോക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസിൽ കൂടെ അല്ലേ ഇങ്ങനെ പോയിട്ട് ഇവിടെ തിന്നിട്ട് എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രതിബിംബം ഉണ്ടാകുന്നത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ പ്രതിബിംബത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ചെറുതായിരിക്കും അതുപോലെ തന്നെ നിവർന്നതും ആയിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ചെറുതും തലകീഴായതായിരിക്കും. അത് തെറ്റാണല്ലോ. ചെറുതും മിഥ്യയുമായിരിക്കും. ചെറുതാണ് മിഥ്യയല്ലേ, മിഥ്യ ഇമേജ് ആണ് കോൺകേവ് ലെൻസിന് കിട്ടുന്നത്. വലുതും മിഥ്യയുമായിരിക്കും, അത് തെറ്റാണ്. ചെറുതും നിവർന്നതുമായിരിക്കും, നിവർന്ന ഇമേജ് തന്നെയല്ലേ, അപ്പം അതും ശരിയാണ്. അപ്പൊ ഏതാണ്? 2ാമത്തെ പ്രസ്താവന മാത്രം ശരി, 1ാമത്തെ പ്രസ്താവന മാത്രം ശരി, 2ാമത്തെ പ്രസ്താവന ശരിയാണ്, 4ാമത്തെ പ്രസ്താവന 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവന ശരിയാണ്. മനസ്സിലായല്ലോ? അപ്പം സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അപ്പം കോൺകേവ് ലെൻസിന്റെ കേസിൽ എത്രയാണ്? നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത് അല്ലെ. അതായത് 50 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ്? പവർ കണ്ടുപിടിക്കണം. പവർ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? 1/f ആണ്. അപ്പൊ പവർ കണ്ടുപിടിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? മീറ്ററിലായിരിക്കണം. അപ്പൊ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് ആക്കണം. അപ്പൊ -50 ഡിവൈഡ് ബൈ 100 എന്നിട്ട് ചെയ്യുമ്പോൾ അതായത് പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -5/10 തന്നെ കടന്നോട്ടോ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -5/10 എന്ന് പിന്നെ ക്യാൻസൽ ചെയ്യാം. അതായത് -1/2 എന്ന് വരും. അല്ലെങ്കിൽ എത്രയാണ്? 0.5 അല്ലേ, 0.5 മീറ്റർ എന്നൊക്കെ നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. 1/f എന്നുള്ളത് 0.5 എന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ 5/10 തന്നെ കടന്നോട്ടോ കേട്ടോ. 5/10 ഞാൻ ഇവിടെ എഴുതുകയാണ്, ഗുണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വിൽക്രമം എടുക്കാം ഇല്ല. അപ്പൊ എന്താണ്? വിൽക്രമം എടുക്കുമ്പോൾ ഇങ്ങനെ വരും 1 × 10/5 എന്ന് എടുക്കാം. അതായത് 10/5 വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ. അതായത് 2 D എന്ന് വരും. ഇവിടെ മൈനസ് വാല്യൂ ഉണ്ട് കേട്ടോ, മൈനസ് വാല്യൂ ഉണ്ട്, മറന്നു പോകല്. -2D എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1/0.5 ഇട്ട് ചെയ്യുവാണെങ്കിൽ അത്ര വരും ആൻസർ. പിന്നെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 × 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ് 0.5 × 10 എടുക്കാം. അപ്പം എന്തോരും 10/5 എന്ന് തന്നെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഓർത്തിരിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, പവർ ചെയ്യാൻ നേരത്ത് ഫോക്കസ് ദൂരം എങ്ങനെയായിരിക്കണം, മീറ്ററിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. മീറ്ററിലായിരിക്കണം ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് പവറിന്റെ വാല്യൂ നെഗറ്റീവായിട്ടും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെലിസ്കോപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെലിസ്കോപ്പിന്റെ കേസിൽ കേട്ടോ. എന്താ നോക്കിയേ, ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലായിരിക്കും. ടെലിസ്കോപ്പാണ് ഓർക്കോ കേട്ടോ, പിക്ചർ മനസ്സിലുണ്ടായിരിക്കണം. ഇത് തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവായിരിക്കും. അത് ശരിയാണല്ലോ ടെലിസ്കോപ്പിന്റെ കേസിൽ. ഇനി ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും കോൺകേവ് ലെൻസ് ആയിരിക്കും. അല്ല, അത് പൊട്ടത്തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് കോൺകേവും ഐ പീസ് ലെൻസ് കോൺവെക്സും ആയിരിക്കും. അതും പൊട്ടത്തെറ്റാണ്. അപ്പൊ ഏതാണ് ബി ആണ് ആൻസർ കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലായിരിക്കും. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിന് കൂടുതലായിരിക്കും. ദെൻ ഐ പീസിന് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഏതിന്റെ കേസിൽ, ടെലിസ്കോപ്പിന്റെ കേസിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലെൻസിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബം തല കീഴായതാണ്. ഇത് യഥാർത്ഥമാണോ മിഥ്യയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയോ, ഒരു ലെൻസിന് മുന്നിൽ, ഏത് ലെൻസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ലെൻസിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബം തലകീഴായതാണ്. തലകീഴായത് അല്ല, തലകീഴാതായിട്ട് പ്രതിബിംബം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കണം? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ലെൻസ് ആയിരിക്കും അല്ലേ. കോൺവെക്സ് ലെൻസിന് മാത്രമേ ഉള്ളൂ തലകീഴായ പ്രതിബിംബം കിട്ടത്തുള്ളൂ. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കേസിൽ മാത്രമുള്ള നിവർന്ന് വരത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ തലകീഴായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പം അതിന്റെ യഥാർത്ഥം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥമാണോ മിഥ്യയാണോ? തലകീഴായി കിട്ടുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? യഥാർത്ഥമായിരിക്കും ഇല്ലേ. യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. യഥാർത്ഥം. നിവർന്ന് വരുമ്പോഴാണ് നമുക്ക് മിഥ്യയായിട്ടുള്ള പ്രതിബിംബം കിട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിന്റെ ബി പാർട്ട് നോക്കിയേ. ഈ പ്രതിബിംബത്തിന്റെ മറ്റൊരു പ്രതിബിംബം അതേ വലിപ്പത്തിൽ യഥാർത്ഥവും നിവർണവുമാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ വെച്ചിരിക്കുന്ന ലെൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. കോൺവെക്സ് ലെൻസ് ആണ്. തലകീഴായത് കിട്ടുന്നതിനാണ് കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ എവിടെയോ കോൺവെക്സ് ലെൻസിന്റെ എവിടെയോ നമ്മളൊരു വസ്തുവിനെ വെച്ചു. അപ്പൊ നമുക്ക് എന്താണ് പ്രതിബിംബം നമുക്കിവിടെ കിട്ടി, തലകീഴായത് കിട്ടി. മനസ്സിലായല്ലോ. അപ്പം ഈ പ്രതിബിംബം, ഇപ്പൊ കിട്ടിയ പ്രതിബിംബം ഉണ്ടല്ലോ ഇത്, ഈ പ്രതിബിംബത്തിന്റെ മറ്റൊരു പ്രതിബിംബം, ഈ പ്രതിബിംബത്തിന്റെ മറ്റൊരു പ്രതിബിംബം അതേ വലിപ്പത്തിൽ അതായത് ഇതുണ്ടല്ലോ, ഇതിന്റെ വേറൊരു പ്രതിബിംബം നമുക്ക് കിട്ടണം. അതേ വലിപ്പമായിരിക്കണം. അതുപോലെ തന്നെ യഥാർത്ഥവും നിവർണവുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രതിബിംബം കിട്ടില്ല. അപ്പൊ ഈ പ്രതിബിംബത്തിന്റെ സെയിം വലിപ്പം, ഒരേ വലിപ്പമായിരിക്കണം. അത് നിവർന്നതും കിട്ടണം. അത് യഥാർത്ഥവുമാണ്. അപ്പം എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പ്രതിബിംബം ഉണ്ടല്ലോ, ഈ പ്രതിബിംബത്തിനെ നമ്മൾ വസ്തുവാക്കി വെച്ചിട്ട് വേറൊരു ലെൻസ് വെക്കണം. അപ്പൊ ഒരേ സൈസിലുള്ള പ്രതിബിംബം കിട്ടണമെന്നുണ്ടെങ്കിൽ വസ്തു എവിടെയായിരിക്കണം? നമ്മൾ റേ ഡയഗ്രം കുറെ പഠിച്ചല്ലേ. വസ്തു എവിടെ ഇരിക്കുമ്പോഴാണ് സെയിം സൈസിൽ വെക്കുന്നത്? 2F. മനസ്സിലായെന്നല്ലോ. വസ്തു 2F വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെയിം സൈസിലുള്ളത് കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാ നോക്കുക, ഇവിടെ നമ്മളൊരു ലെൻസ് വെച്ചു. അപ്പൊ തന്നെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രതിബിംബം, ഈ ഫസ്റ്റ് ലെൻസ്, ഇത് ആദ്യത്തെ ലെൻസ്, ഇത് രണ്ടാമത്തെ ലെൻസ്. ആദ്യത്തെ ലെൻസിന്റെ കേസിൽ നമുക്ക് ഇവിടെ എന്താണ് 2F ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടുന്നത്. ആ പ്രതിബിംബം നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചു. വന്നിട്ട് ഇവിടെ എന്ത് കിട്ടും? അതിങ്ങനെ പോയിട്ട് നമുക്കിവിടെ സെയിം വലിപ്പത്തിൽ, ഇതേ സെയിം വലിപ്പത്തിലുള്ള പ്രതിബിംബം കിട്ടും. അതെങ്ങനെയായിരിക്കണം? നിവർന്നത്, നേരെ നിവർന്നതുമായിരിക്കും. ഇവിടെ നിന്നല്ലേ പോകുന്നു. അപ്പൊ നിവർന്നതും കിട്ടും, യഥാർത്ഥവുമാവും. അപ്പം ഇതാണ് എങ്ങനെ ചെയ്യണം? ഈ പ്രതിബിംബം മറ്റൊരു കോൺവെക്സ് ലെൻസിന്റെ 2F വരത്തക്ക വിധം ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റൊരു ലെൻസ് ഉണ്ടല്ലോ, അതിന്റെ 2F നമ്മളിവിടെ വെക്കുക. 2F വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? 2F തന്നെ കിട്ടും. ഇത് സെയിം വലിപ്പമായിരിക്കും. അങ്ങനെയാണ് യഥാർത്ഥം അല്ലെ, യഥാർത്ഥവുമായിട്ടായിരിക്കും. അതുപോലെ തന്നെ നിവർന്നവും ഇല്ല, യഥാർത്ഥം അല്ലേ വരുന്നത്, യഥാർത്ഥമായിരിക്കും, നിവർന്നവുമായിരിക്കും. ഈ സൈഡിലാം ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? നിവർന്നമായിരിക്കും ഇരിക്കുന്നത്. അത് യഥാർത്ഥവുമായിരിക്കും. മനസ്സിലായല്ലോ. ആ രീതിയിൽ നമ്മൾ
അറേഞ്ച് ചെയ്യണം കേട്ടോ. ഈ പ്രതിബിംബം മറ്റൊരു കോൺവെക്സ് ലെൻസിനെ 2F വരത്തക്ക വിധം ക്രമീകരിക്കാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിൽ ഒരു വസ്തു വെച്ചപ്പോൾ നിവർന്നതും വസ്തുവിനെ അപേക്ഷിച്ച് ചെറുതുമായിട്ടുള്ള പ്രതിബിംബം ലഭിച്ചു. ഒരു ലെൻസ് ആണ്, അതിന്റെ മുഖ്യ ഫോക്കസിൽ ഒരു വസ്തു വെച്ചു കേട്ടോ. മുഖ്യ ഫോക്കസിൽ നമ്മളൊരു വസ്തു വെച്ചു, അപ്പൊ നിവർന്നതും കിട്ടി, വസ്തുവിനെ അപേക്ഷിച്ച് ചെറുതായിട്ട് പ്രതിബിംബം കിട്ടി. അപ്പൊ ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും അത്? മുഖ്യ ഫോക്കസിൽ വെക്കുമ്പോൾ ചെറുതും നിവർന്നതും കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിരിക്കും കോൺകേവ് ആണ് അല്ലെ. കോൺകേവ് ലെൻസ് ആയിരിക്കും കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്. പ്രതിബിംബ രൂപേണ രേഖാചിത്രം വരയ്ക്കാൻ ചെറുത് കിട്ടണം, നിവർന്ന് കിട്ടണം, വസ്തുവിനെ അപേക്ഷിച്ച് ചെറുതുമായിരിക്കും അവിടെ കിട്ടുന്നത്, പ്രതിബിംബം കിട്ടുന്നത്. അപ്പൊ കോൺകേവ് ലെൻസിനെ എവിടെ വെച്ചാലും ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. അപ്പൊ അതിന്റെ രേഖാചിത്രം വരയ്ക്കുക. കോൺകേവ് ലെൻസ് നമുക്ക് ഒരൊറ്റ രേഖാചിത്രം ഉള്ളൂ, അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അത് നമ്മളിവിടെ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലെൻസിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബം ഇതാണ് കേട്ടോ. ലെൻസിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ഇതാണ് കേട്ടോ പ്രതിബിംബം IM ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ഈ PQ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലെൻസ് കേട്ടോ. PQ എന്ന് പറഞ്ഞ ലെൻസ് ആണ്. ചിത്രത്തിൽ PQ ഒരു ലെൻസ് ആണ്, തരത്തിലുള്ള ലെൻസ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രതിബിംബം എവിടെയാണ് കിട്ടിയത്? ഇവിടെയാണ് കിട്ടിയത്, വലതു സൈഡിൽ തന്നെ കിട്ടി. അത് തലകീഴായതാണ് ഇല്ല, തലകീഴായതാണ്, റിയൽ ആണ്. അപ്പൊ ഇത് ഏത് ലെൻസ് ആയിരിക്കും? ഈ സൈഡിൽ ഇമേജ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടണമെങ്കിൽ ഇത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും അല്ലെ. കോൺവെക്സ് ലെൻസ് ആണ്. മനസ്സിലായല്ലോ. രേഖാചിത്രം പൂർത്തിയാക്കി വസ്തുവിന്റെ സ്ഥാനം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. രേഖാചിത്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2F അപ്പുറത്താണ് നമ്മൾ പഠിച്ചാണ്. 2F അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് വസ്തു ഇരിക്കേണ്ട? 2F-നും F-നും ഇടയിലായിട്ടായിരിക്കും വസ്തു ഇരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ രേഖാചിത്രം വരയ്ക്കാനുണ്ടല്ലോ, അതിന്റെ വരയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് വെച്ചാൽ മതി. നേരെ ഇവിടുന്ന് ഇത് പ്രതിബിംബം കിട്ടിയല്ലോ, ഇവിടുന്ന് നേരെ ഒരു റേ എങ്ങോട്ട് പോകണം? സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ നമ്മള് വരച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. നേരെ സ്കെയിൽ വെച്ച് ഒന്ന് നമ്മുടെ ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകണം. ഒരു റേ എങ്ങനെയാണ്? ഫോക്കസ് ഇല്ലേ, ഇതിങ്ങനെ ഫോക്കസിൽ കൂടെ കടന്നു പോകണം. അപ്പൊ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് കേട്ടോ. അത് കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ ഇത് കിട്ടും. അതിന്റെ ഇതാണ് വരച്ച് തന്നിരിക്കുന്നത്. വരയ്ക്കാൻ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ, എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ബാക്കിലോട്ട് വരച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 2F അപ്പുറം ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2F-നും F-നും ഇടയിലായിരിക്കണം വസ്തു ഇരിക്കേണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ബാക്കിലോട്ട് വരയ്ക്കുക. മനസ്സിലായല്ലോ. ഇനി വസ്തുവിന്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരത്തേക്കാൾ. വസ്തുവിന്റെ ഉയരം നോക്കിയേ, വസ്തുവിന്റെ ഉയരമാണ്, പ്രതിബിംബത്തിന്റെ ഉയരമാണ്. വസ്തുവിന്റെ ഉയരം എങ്ങനെയാണ്? പ്രതിബിംബത്തിന്റെ ഉയരത്തിനേക്കാളും കുറവായിരിക്കും കേട്ടോ. നമ്മൾ ആ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ പഠിച്ചില്ല, പ്രത്യേകതകൾ തന്നെ ഉള്ളതാണ്. 2F അപ്പുറം ഇരുന്ന് കഴിഞ്ഞാൽ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ ഉയരം എങ്ങനെയാണ്? കൂടുതലായിരിക്കും. അതായത് വസ്തുവിന്റെ ഉയരം എങ്ങനെയാണ്? കുറവായിരിക്കും. വസ്തുവിന്റെ ഉയരമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വസ്തുവിന്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരത്തെക്കാളും കുറവായിരിക്കും. ഇത് വസ്തുവിന്റെ ഉയരം, ഇതാണ് പ്രതിബിംബത്തിന്റെ ഉയരം. പ്രതിബിംബത്തിന്റെ ഉയരത്തിനേക്കാളും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ശ്രദ്ധിച്ചോണം കേട്ടോ. ക്വസ്റ്റ്യന് നമ്മൾ പറയുമ്പോൾ മാറിപ്പോകാതെ കൃത്യമായിട്ട് വായിച്ച് നോക്കി വെച്ച് എഴുതണം കേട്ടോ. വസ്തുവിന്റെ ഉയരമാണ്, അത് പ്രതിബിംബത്തിന്റെ ഉയരത്തെക്കാളും കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം ആവർത്തനം എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ആവർത്തനത്തിന്റെ ഇക്വേഷൻ ഇല്ലേ, ഇത് വരും. ആവർത്തനത്തിന്റെ ഇക്വേഷൻ HI/HO ആണ് വരുന്നത്. ദെൻ അതെങ്ങനെയായിരിക്കും? വേറെ ഇക്വേഷനും ഉണ്ട്, ആവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ V/U ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കിയേ, ലെൻസിന്റെ പവർ ഇത് വരും ഇല്ലേ. പവറിന്റെ ഇക്വേഷൻ ഇതാണ്. പവറിന്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? ഡയോപ്റ്റർ ആണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി യഥാർത്ഥ പ്രതിബിംബം. യഥാർത്ഥ പ്രതിബിംബം എങ്ങനെയായിരിക്കും? എപ്പോഴും എങ്ങനെയാണ്? തലകീഴായതായ പ്രതിബിംബമായിരിക്കും യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ആ ഒരു കേസിൽ HI നെഗറ്റീവ് ആണ്, HI പോസിറ്റീവ് ആണ്. HI എപ്പോൾ എങ്ങനെയായിരിക്കും? HI എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. തലകീഴായതല്ലേ, താഴോട്ടല്ലേ വരുന്നത്. തലകീഴായതാണ്, അപ്പൊ എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവർത്തനം. അപ്പൊ ഇതാണ് ആൻസർ ഫോളോയിങ്. ഈസി ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണുള്ളത്. നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്ത് നോക്കൂ കേട്ടോ. ഇച്ചിരി ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ നല്ലോണം ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് നല്ലോണം കേട്ടോ, എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇക്വേഷൻസ്, പല ഇക്വേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും U, V, F അത് കണ്ടുപിടിക്കാൻ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ
ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓരോന്നിൻ്റെയും ഓരോന്ന് കണ്ടുപിടിക്കാനുണ്ടല്ലോ, ആ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. റെസിപ്രോക്കൽ ഒന്നും എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് 3 കൃത്യമായിട്ട് പഠിച്ചു വെച്ചുക. ആവർത്തനത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആൻസേഴ്സും തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക, നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതുക, തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക, ഇതാണോ കിട്ടിയിരിക്കുന്നതെന്നുള്ളത്. അതാണ് ഏറ്റവും പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറന്നു പോവില്ല. നിങ്ങൾക്ക് ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആർക്കെങ്കിലും അറിയാൻ മേലാത്തുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്